തലൈവർ തമ്പി താൽമഴി ട്രിപ്പിൾ ട്രീ. യെസ്, ജീവ ഈസ് കം ബാക്ക് എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ ഈ സിനിമയെക്കുറിച്ച് പറയാം. അതെ, ഒരുപാട് നാൾക്ക് ശേഷമാണ് ജീവയുടെ ഒരു നല്ല സിനിമ വന്നിരിക്കുന്നത്. നമ്മുടെ ഫാലിമി ഡയറക്ടർ നിതീഷ് സഹദേവിൻ്റെ തമിഴ് സിനിമ. വളരെ നല്ല രീതിയിൽ തന്നെ നിതീഷ് ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നു. അതായത് ഒരു ദിവസത്തെ കഥ, അത് നല്ല രീതിയിൽ തന്നെ ഡാർക്ക് കോമഡിയൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ എടുത്തു വച്ചിരിക്കുന്നു. വളരെ സംഭവമൊന്നുമില്ല, ജസ്റ്റ് ഒരു ചെറിയ സിനിമ. ആകെ 2 മണിക്കൂറിന് മുകളിലുള്ള ചെറിയ ഒരു സിനിമയെ നല്ല രീതിയിൽ തന്നെ ആ സിനിമ കൊണ്ടുപോയിരിക്കുന്നു. നല്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്, നല്ല എഡിറ്റിംഗ് ആണ്. നല്ല രീതിയിൽ തന്നെ 2 വീടുകൾ, അതായത് കല്യാണ വീടും ഒരു മരണ വീടും, ഇതാണ് ഈ പടത്തിൻ്റെ മെയിൻ കൺസെപ്റ്റ്. ആ നല്ല രീതിയിൽ തന്നെ ആ വീടിൻ്റെ കൾച്ചറും ആ ഒരു ലൊക്കേഷൻസും പിന്നെ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് ചെയ്ത് നല്ലൊരു സിനിമ. വളരെ ഭയങ്കര കോമഡികളൊന്നുമില്ല, അവിടെയുള്ള ചെറിയ കോമഡികളും, പക്ഷേ നല്ല രീതിയിൽ നല്ല 2 മണിക്കൂർ ഒരു ബോറടിക്കാണ്ട് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിരിക്കുന്നത്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ നമുക്ക് മലയാളികൾക്ക് ഈ ഒരു കഥ അങ്ങനെ അധികം പുതുമയില്ലെങ്കിലും തമിഴിലേക്ക് വരുമ്പോൾ ആ ഒരു കഥയും ആ ഒരു കൾച്ചറും ശരിക്കും ഒരു പുതുമയാണ്. പിന്നെ പെർഫോമൻസ് ചെയ്ത എല്ലാ ആർട്ടിസ്റ്റുകളും അവരുടേതായുള്ള പെർഫോമൻസ് നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും സ്കോപ്പുണ്ട് ഇതിൽ. കല്യാണ പെണ്ണിന് നല്ല റോളാണ്, ചെക്കന് നല്ല റോളാണ്, പിന്നെ അവിടെയുള്ള വേറൊരു രാഷ്ട്രീയക്കാരൻ, പിന്നെ ആ വീട്ടിൽ 2 പേര്, എല്ലാവർക്കും നല്ല നല്ല റോളുകളാണ്. ആ റോളുകളൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ അഭിനയിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ജീവ ഒരു രാഷ്ട്രീയക്കാരാണ്. അപ്പോൾ അറിയാലോ, ഒരു കല്യാണ വീട്ടിലും ഒരു മരണ വീട്ടിലും രാഷ്ട്രീയക്കാരൻ്റെ ഇമ്പോർട്ടൻസ് എത്രയാണെന്നുള്ളത്. പ്രത്യേകിച്ച് അറിയുന്ന 2 ഫാമിലി. അവിടെ ജീവയുടെ നല്ല രീതിയിൽ തന്നെ ആ പെർഫോമൻസ് നല്ല രീതിയിൽ അവതരിപ്പിച്ചു. അപ്പോൾ ഈ പൊങ്കലിന് കുറച്ചും കൂടി നല്ലൊരു പടം ഈ ട്രിപ്പിൾ ട്രീ ആണ്. എല്ലാവർക്കും ഈ സിനിമ കാണാവുന്നതാണ്. XM channel, please subscribe and like.